പറയാം. നമ്മൾ ഈ ഒരു 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 മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പർ റൂം എന്നാണ് അതിന്റെ പേര്. അപ്പർ റൂം, മാളിക മുറി. അതെന്തിനാണ്? കൊന്തയെല്ലാം, കരണക്കൊന്തയെല്ലാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലിങ്ങനെ ഒരു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ചൊല്ലിയ കൊന്തയുടെ കണക്ക് അവിടെ കിടക്കും. ലോകത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളെല്ലാം ചൊല്ലുന്ന കൊന്തയുടെ കണക്കും അതിനകത്ത് കിടക്കും. എന്തിനാണ്? 150 കോടി ജപമാല നമ്മൾ സമാഹരിക്കുന്ന ഒരു യജ്ഞത്തിലാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൊന്ത ചൊല്ലി അതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ നമുക്ക് ഗ്ലോബലി എന്തോരം കൊന്ത സമാഹരിച്ചു എന്നറിയാം. അത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് 1,00,000 രൂപ കൂടുതൽ മുടക്കി ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഹലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ പിന്നീട് അവസാനം പറയാം. അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്തെടുത്ത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം ഇതിന്റെ അവസാനം. അപ്പോൾ ആ ജപമാല മാതാവിനോട് ചേർന്ന് ജീവിക്കണം. ഒത്തിരി കൊന്തകൾ ചൊല്ലണം, മാതാവിനോട് ചേർന്ന് ജീവിക്കണം. അപ്പൊ അത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യും. അത് നിങ്ങളൊന്ന് കേൾക്കുക. നിൽക്കുന്നവരും ഇരിക്കുന്നവരും ഒക്കെ അത് കേൾക്കുക. അതായത് ഈ ആപ്ലിക്കേഷൻ ആദ്യം ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇനി അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഐഫോണിന്റെ സ്റ്റോറിലോ നിങ്ങൾക്കത് എടുക്കാം. അപ്പൊ അതായത് നിങ്ങൾ അപ്പർ റൂം എന്ന് നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് കണ്ടോ? അപ്പൊ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണും. ഇത് ലോഗിൻ എന്ന് പറഞ്ഞ കണ്ടോ? അതായത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണോ ഇമെയിലോ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഏറ്റവും ഒടുവിലായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കിടപ്പുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ? ഈ പേജ് കണ്ടോ? ക്രിയേറ്റ് അക്കൗണ്ട്. ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ആയ ശേഷം പേര്, ഇമെയിൽ, ഫോൺ നമ്പർ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥനാ ഇടം സജ്ജമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറിയാൽ ഇനി ഇപ്പൊ ഇതൊക്കെയാണ് എന്തൊക്കെയാണ് ഈ അപ്പർ റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്തുള്ളത്. അതിനകത്ത് ഒന്ന് റോസറി ബാങ്ക്. എന്താണ് റോസറി ബാങ്ക്? ബാങ്ക് എന്താണ്? കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള സ്ഥലമാണ്. അപ്പോ നിങ്ങൾ ചൊല്ലുന്ന ജപമാല ഇവിടെ നിക്ഷേപിക്കണം. അപ്പൊ അത് റോസറി ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളൊരു ജപമാല ചൊല്ലുമ്പോൾ ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ചൊല്ലുന്ന ജപമാല, പിന്നെ നിങ്ങൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കയറി നോക്കിയാൽ നിങ്ങൾ ചൊല്ലി അവിടെ ഇട്ട ജപമാല നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലോൺ എടുക്കാം. ബാങ്കല്ലേ, ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിയോഗം ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചൊല്ലിയ ജപമാലയിൽ നിങ്ങൾക്ക് എടുക്കാം, നിയോഗം വെക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ബാങ്കാണ്. ബാങ്ക് ആവുമ്പോ ഇങ്ങോട്ട് വലിക്കാൻ മാത്രം വരരുത്, അങ്ങോട്ട് ഇട്ടാലേ ഇങ്ങോട്ട് വലിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ബാങ്കിൽ അങ്ങോട്ട് ഇട്ടാലേ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി കൊന്ത ചൊല്ലി അതിലിടുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, കൊച്ചിന് പെട്ട പരീക്ഷയ്ക്ക് പോകുന്നു, അപ്പോ അതിനകത്തുനിന്ന് ഒരു കൊന്ത എടുക്കുക. മനസ്സിലായോ? ഇതൊക്കെ ഈശോയുടെ ഹൃദയത്തിൽ നടക്കുന്ന പരിപാടിയാണ്. നമ്മൾ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചൊല്ലി, കർത്താവ് ഞാൻ ചൊല്ലിയ കൊന്ത, ഇപ്പൊ എനിക്ക് കൊന്തയെല്ലാം സമയമില്ല, ഞാൻ വൈകുന്നേരം ചൊല്ലിക്കോളാം, പക്ഷെ ഇപ്പൊ എന്റെ കൊച്ചിനൊരു ആവശ്യമുണ്ട്. കണ്ടോ? അങ്ങനെയാണ് ലോൺ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേറൊന്ന്, ഒരു വൈദികനെ ദത്തെടുത്ത് പ്രാർത്ഥിക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ഛനെ ദത്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിനകത്ത് കയറുമ്പോൾ അഡോപ്റ്റ് എ പ്രീസ്റ്റ് എന്ന് പറഞ്ഞുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്ന പേര്, ആ അച്ഛൻ ആരാണെന്ന് ലോകത്തൊരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത പേരായിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ പേര് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് തരുന്ന പേര് കോഡ് നെയിമാണ്, പക്ഷെ ശരിക്കുള്ള പേര് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് മറ്റു പല കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മീശ വിരിച്ച് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വൈദികന്റെ റിയൽ ഐഡന്റിറ്റി ഞങ്ങൾ ഹൈഡ് ചെയ്തിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ നിങ്ങൾക്ക് ഗുണം? ആ അച്ഛൻ എന്ന് കുർബാന ചൊല്ലിയാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അനുഗ്രഹം വരും. ആ അച്ഛൻ എന്ത് ആത്മീയ ശുശ്രൂഷ ചെയ്താലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അനുഗ്രഹം. കാരണം നിങ്ങൾ ആ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു വൈദികനെ അഡോപ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അടുത്തത് പ്ലേ ചെയ്തേ. ജപമാലയുടെ എണ്ണം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ജപമാലയും കരുണകുന്തയും ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ ഡിജിറ്റൽ പ്രെയർ കാർഡുകൾ ആപ്പിലുണ്ട്. ഓരോ പ്രാർത്ഥനയും ചെല്ലുമ്പോൾ ആപ്പിലെ കൗണ്ടർ ഉപയോഗിച്ച് പ്രാർത്ഥനകളുടെ എണ്ണം നിങ്ങൾക്ക് കൃത്യമായി രേഖപ്പെടുത്താം. ചൊല്ലിത്തീർത്ത പ്രാർത്ഥനകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രത്യേക നിയോഗങ്ങൾക്കായി സമർപ്പിക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അതായത് നമ്മുടെ താഴെ ആ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു കൊന്ത ചൊല്ലുമ്പോൾ ഇതിനൊരു പൊതുവായ നിയോഗമുണ്ട്. എന്താണ്? സഭയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രത്യേക നിയോഗം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അത് സമർപ്പിച്ചിട്ട് ആ കൊന്ത കണ്ടോ? അപ്പൊ 1, 2, 3
നിങ്ങളൊരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങളൊരു 20 കൊന്തയില്ലെങ്കിൽ അവിടെ എണ്ണ അവിടെ കാണും. പിന്നെ അവിടെ നിങ്ങൾ ചൊല്ലിയ കൊന്തയുടെ എണ്ണ അവിടെ കാണും. ലോകത്ത് മുഴുവൻ ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എത്ര കൊന്ത ചൊല്ലുന്നു അതിന്റെ എണ്ണ അവിടെ കാണും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൊന്ത, കരണക്കൊന്ത, കുരിശിന്റെ വഴി തുടങ്ങിയവ ചൊല്ലി ഈ ബാങ്കിൽ ഇടണം. ആഗോള ജപമാല മിഷൻ 2030 150 മില്യൺ ജപമാലകൾ സമർപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. പ്രാർത്ഥനാ നിയോഗങ്ങൾ. നിങ്ങളുടെ സ്വന്തം നിയോഗങ്ങൾ ഇവിടെ പങ്കുവെക്കാം. മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാനും പ്രേയർ ബാങ്കിൽ നിന്ന് ജപമാലകൾ ഏറ്റെടുത്ത് പ്രാർത്ഥനാ സഹായം നൽകാനും ഈ കൂട്ടായ്മയിലൂടെ കഴിയും. എങ്ങനെയാണ് വൈദികരെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുക? സഭയ്ക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ആപ്പിൽ നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് 3 വൈദികരെ വരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റു വൈദികരുടെ പേരുകൾ അഡ്മിന് നിർദ്ദേശിക്കാനും അവസരമുണ്ട്. നിങ്ങൾക്ക് ഒരു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ആ വൈദികന്റെ പേര് നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാം. മനസ്സിലായി? നിങ്ങളുടെ അച്ഛന് ഇച്ചിരി പ്രാർത്ഥന വേണം, അപ്പൊ ആ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ആ അച്ഛന്റെ ലിസ്റ്റും വരും. അപ്പൊ ഏതെങ്കിലും ഒരാള് ആ അച്ഛനെ ദത്തെടുത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തത് നിർദ്ദേശിക്കാനും അവസരമുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പ്രാർത്ഥനാ ചുമതലയിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് മാറ്റാവുന്നതുമാണ്. ഇനി നിങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. മനസ്സിലായോ? നിങ്ങൾ അയ്യോ ഒരിക്കൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, ഇല്ല ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ മനുഷ്യന് ഫ്രീഡം ഉണ്ടല്ലോ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ വെറുതെ പേരും കൊടുത്ത് അവിടെ ഇരിക്കരുത്. ഹലോ, നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ച ഒരു അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഒരാവേശത്തിന് കയറി ആപ്പും ഡൗൺലോഡ് ചെയ്ത് പിന്നെ അച്ഛന്റെ പേര് സെലക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ജന്മത്തെ അത് ഓർക്കത്തുമില്ല. അതിനുവേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓർക്കുമ്പോൾ വേഗം കയറി അതിനകത്തു നിന്ന് പൊക്കോണം. അടുത്തത് ഡിജിറ്റൽ പ്രാർത്ഥനാ ശേഖരം. കത്തോലിക്ക സഭയിലെ പരമ്പരാഗത പ്രാർത്ഥനകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. വായനാ സൗകര്യത്തിനനുസരിച്ച് ഇവ ബുക്ക് രൂപത്തിലോ സ്ക്രോൾ രൂപത്തിലോ നിങ്ങൾക്ക് ക്രമീകരിക്കാം. ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഇംഗ്ലീഷിലും പ്രാർത്ഥിക്കാൻ പറ്റും. മലയാളത്തിലും ലഭ്യമാണ് ഈ ആപ്പ്. നിങ്ങളുടെ പ്രൊഫൈൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ആത്മീയമായി ഉണർന്നിരിക്കാനും പ്രാർത്ഥനയുടെ ഈ പുതിയ ലോകത്തേക്ക് ഈശോയോടും മാതാവിനോടും ചേർന്ന് പ്രാർത്ഥിക്കാനായി അപ്പർ റൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പർ റൂമിലേക്ക് ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? പിള്ളേരോടൊക്കെ പറഞ്ഞിട്ട് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അപ്പർ റൂം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രയർ ബാങ്ക് ആണത്. അപ്പൊ ഒരു എന്ത് ചെയ്തു? ഒരു ജപമാല ചൊല്ലി അല്ലെ ഒരു കരണക്കൊന്ത ചൊല്ലി അത് നമുക്ക് അവിടെ നിക്ഷേപിക്കണം. അവിടെ കിടക്കട്ടെ. അത് കുറച്ച് ദിവസം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം വരും. അയ്യോ ഞാൻ 100 ചൊല്ലിയോന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇത് മറന്നു പോകരുത്, ഗൗരവമുള്ള കാര്യമാണ്.